തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. മീഡിയയിൽ തന്നെ ഞാൻ ഒന്നും പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും, അവരും പറയും. പിന്നെ അടുത്ത ബ്ലോഗർമാരെടുത്ത് അത് പൊലിപ്പിക്കും. എന്തുമായിട്ട് ഇനിയിപ്പൊ കാമുകനുണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്റെ പേഴ്സണൽ കാര്യമല്ലേ. എന്തായാലും ഞാൻ കല്യാണം കഴിക്കണം, നിങ്ങളെല്ലാരെയും വിളിച്ച് വേണ്ട, നിങ്ങൾ അറിയുമല്ലോ, അറിയിച്ചോണ്ടാ ഞാൻ. അങ്ങനെ ഇന്ന് വീണ്ടും രേണു സുധിയുടെ വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. രേണുവിനെ പറ്റി സംസാരിക്കാൻ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വേണം. ഒരാളായിട്ട് ഞാൻ മാത്രം കയറി ഇന്ന് സംസാരിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ലെന്ന് മനസ്സിലായ സ്ഥിതിക്കാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്. ഓരോരുത്തരായിട്ട് 2 വാക്കൊന്ന് പറയാമോ രേണുവിനെ പറ്റി? നല്ലൊരാളല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയാണോ? അതെ, പ്രത്യേകിച്ച് രേണുവിന്റെ കൂട്ടുകാർക്ക് രേണു മുത്താണ്, പവിഴമാണ്, സ്വത്താണ്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ റിയാക്ഷൻ വ്ളോഗേഴ്സ് ആണ് രേണു മോശക്കാരിയായിട്ടാണ് അവർ പറയുന്നത്. അതെ അതെ അതെ, അത് സത്യം. നമ്മളാണ് രേണു എന്താ പറയുക, രേണുവിന്റെ ലൈഫ് നശിപ്പിക്കുന്നത്, പിന്നല്ലാതെ രേണുവിന്റെ ജീവിതമാർഗം മുട്ടിക്കുന്നത്. നമ്മൾ കാരണം രേണുവിന്റെ ഫാമിലി പട്ടിണിക്ക് കിടക്കുക, അങ്ങനെയൊക്കെയല്ലേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേണു കാണിക്കുന്ന അപരാധങ്ങള് നല്ലൊരു വസ്ത്രം പോലും ഇടാൻ പറ്റുന്നില്ല. അതാണ്, അത് സത്യം. അത് പ്രത്യേകം എടുത്ത് പറയണം. അത് മാത്രമല്ല, ഈ ഞങ്ങളെപ്പോലെയുള്ള എന്തോ പറയണ്ട ആൾക്കാരാണ് ഇവരുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്നാണ് പല ആൾക്കാരും ചിന്തിച്ചിരിക്കുന്നത്. ഇവർ കാണിക്കുന്ന അപരാധങ്ങൾ ഒരു പ്രശ്നവുമില്ല ഒരു മനുഷ്യർക്കും. എന്തായാലും നമുക്ക് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഇന്നാണ് ആ വീഡിയോ കണ്ടത്. ഒന്നും നടന്നില്ല, ഞങ്ങൾ അപ്പുറം അപ്പുറം അല്ലേടാ, അപ്പുറത്തെ റൂം നീ അപ്പുറത്തെ റൂം അല്ല, മറ്റേ അവരൊക്കെ അപ്പുറത്ത്. അത് ഒരു ദിവസം കൊച്ചിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്, ഫ്ലാറ്റിലേക്ക് കൊടുക്കാൻ വന്നാ കൊടുക്കാം. ആ വാച്ച് കൊണ്ട് പിന്നെ കയ്യില് കുറെ സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്, ഡ്രസ്സൊക്കെ ഇല്ല, എല്ലാം ഉണ്ട്. ഷൂട്ട് കഴിഞ്ഞ ഡ്രസ്, ഷൂ, വാച്ച് ഷൂസ് ഉണ്ട്, അതല്ലേ പറഞ്ഞ വന്നല്ലേ തരാൻ പറ്റുള്ളൂ. ഇവിടെ തരാൻ പറ്റത്തുള്ളൂ, അതത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തരാൻ പറ്റത്തില്ല, തരാൻ പറ്റുള്ളൂ. എനിക്ക് ഇവന്റെ അത്ര വെടുപ്പായിട്ട് തോന്നില്ല ഈ ചെക്കൻ. എനിക്ക് വെടുപ്പായിട്ടല്ല മാൻ, ഒരു സ്ത്രീ പറയുവാണ് ഞങ്ങൾ തമ്മിൽ ഒന്നും നടന്നില്ല, ഞങ്ങൾ വേറെ വേറെ റൂമിലായി പോയെന്ന്. എന്തുവാടെ ഇതിനൊക്കെ പറയേണ്ടത്? ഇതും സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ വന്ന് ന്യായീകരിക്കണോ? രേണുവിനെ ന്യായീകരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? എനിക്കറിയില്ല. എന്താ കോമഡി ആയിട്ടുള്ള സാധനം എന്തെന്നറിയോ? ഇവനോട് പറയാ ഒന്നും നടന്നില്ലല്ലേ, പറയടാ, അവനറിയത്തില്ല ഇത് എന്തൊരു സാധനം. ശരി, ഒന്നും നടന്നിട്ടില്ല. ഇത് രേണു നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്യണം. എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് റീച്ച് ഉണ്ടാക്കുന്നത്? ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവരുടെ മാനമാണ്. ആ മാനത്തിനെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വർത്തമാനമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മക്കൾ, നിങ്ങൾ വാദോരാതെ പറയുന്നുണ്ട് എൻ്റെ മക്കൾ പട്ടിണി കിടക്കൂ, എൻ്റെ വീട് പട്ടിണി കിടക്കൂ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അവരോടൊക്കെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റും സ്നേഹവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി കാണിക്കൂ. എനിക്ക് രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പേരിൽ രേണുവിന് വേണേൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാം, ഡിഫമേഷൻ, എന്ത് തേങ്ങ ചെയ്യാം, എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ കാണിക്കുന്ന ഈ അപരാധം അതെന്താണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യും. നിങ്ങളുടെ അന്ധമായിട്ടുള്ള കുറേ ഫാൻസ്, ആ തെണ്ടികളുടെതാണ് എനിക്ക് പറയാനുള്ളത്. നിൻ്റെയൊക്കെ ഒരു വിചാരമുണ്ട് നമ്മളാണ് അവരുടെ ലൈഫ് നശിപ്പിക്കുന്നത്. ഇവർ ഈ കാണിക്കുന്ന തോന്നിവാസം ഒന്നും നിനക്കൊന്നും ഒരു പ്രശ്നമല്ല. അവർ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറയുക അപ്പുറത്തും ഇപ്പുറത്തും ആയിപ്പോയി, ഞങ്ങൾക്കൊന്നും നടന്നില്ല, വേറെ വേറെ റൂമിലായിപ്പോയി എന്നൊക്കെ. ഇതൊക്കെ കേട്ടിട്ടും ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഒന്നുകിൽ നീയൊക്കെ ഇങ്ങനെയുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ നിനക്കൊക്കെ ഇങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. എങ്കിലേ ഇവിടെ പോലെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ കേസ് എടുക്കണം. അതെ. രണ്ടാമത്തെ കാര്യം, രേണു കുറെ നാളുകൊണ്ട് പറയുന്നുണ്ട് ഈ വീട് മൊത്തം പ്രശ്നം, എനിക്ക് വീട് മാറണം, എനിക്ക് എറണാകുളത്ത് ഫ്ലാറ്റിൽ താമസിക്കണം. ഈ ഫ്ലാറ്റാണോ ആ ഫ്ലാറ്റ്, എങ്ങനെയെങ്കിലും പുള്ളിക്കാരി ഒന്ന് മാറി താമസിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ട്രൈ ചെയ്യുക. അപ്പൊ നാട്ടുകാരെ മൊത്തം അറിയിക്കണം ഞാൻ വേറൊരു ഫ്ലാറ്റിലായിരുന്നു. ഒരു സീനും ഇല്ല, പുതിയൊരു വിവാദം ഉണ്ടാക്കണം. ഇപ്പൊ മറ്റേ വിവാദം, പഴയ വിവാദങ്ങളൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല, പുതിയ ഫ്രഷ് സാധനം ഉണ്ടാക്കാം. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ രേണുവിന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു, അമ്പലത്തിൽ വെച്ചിട്ട് ഈ അക്ഷയമായിട്ടുള്ള ഷൂട്ട്. അതിനകത്ത് അവൻ എന്തോ കിസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇത് അമ്പലമല്ലേന്നൊരു ചോദിക്കുന്നുണ്ട്. ഈ അമ്പലത്തിലെ ഭാരവാഹികളൊന്നും ഇല്ല അവിടെ. സത്യം, ഈ വിശ്വാസികൾ ഇതെന്തെങ്കിലും പിന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് അമ്പലത്തിലുള്ള ആൾക്കാരെ അങ്ങ് വിട്. അതൊന്ന് ഈ വിശ്വാസികളെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളതാണ്. പല വിഷയങ്ങളും, അതായത് ഒരു കഥയുമില്ലാതെ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർ പല അമ്പലങ്ങളിലും പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള അപരാധങ്ങളൊന്നും അല്ല. ഈ മറ്റേ വളരെ ചെറിയ കാര്യങ്ങൾക്ക് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സദാചാരം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്പലത്തിൽ ചെന്നിട്ടാണ് അങ്ങനെയുള്ള തോന്നിവാസം കാണിച്ചിരിക്കുന്നത്. വിശ്വാസികൾക്കും ഒന്നും ചോദിക്കാനില്ല, അമ്പലത്തിലുള്ള ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ടൊന്നും മിണ്ടണ്ട. അതാണ് അതിൽ വലിയ കാശ് കൊടുത്തതുകൊണ്ട്
ചെയ്യുന്നതാണ്. അതുപോലെ ഉത്രാളിക്കാവ് പോലത്തെ ഒരു അമ്പലത്തിൽ ഇവരെ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യുക. അതാ ഇവരാരെ ആനയെങ്ങാണോ? എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഒരു അമ്പല കമ്മിറ്റിക്കാർ എന്താ ഉദ്ദേശിക്കുന്നത്? അതും അത്രയും ഫേമസ് ആയ അമ്പലം ഉത്രാളിക്കാവ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അതിന് മുന്നിൽ കൂടെ പോകുമ്പോൾ ഒന്ന് ഇറങ്ങി തൊഴാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. തൃശ്ശൂർ വടക്കാഞ്ചേരി പോകുന്ന വഴിക്കാണ്. അപ്പോൾ അവിടെ ഇവരുടെ പ്രോഗ്രാം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർക്ക് അതിനുള്ള എന്ത് ക്വാളിറ്റിയാണുള്ളത് മനസ്സിലാവുന്നില്ല. അവിടെ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. അല്ല, കെട്ടിപ്പിടുത്തം മാത്രമല്ല, അവിടെ വന്ന് കളിക്കുന്ന ഡാൻസ് എന്ന് പറയുന്നത് മറ്റേ തുള്ളലാണ്. ഡാൻസ് പോലത്തെ ഒരു ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആൾക്കാർ പോകുന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന സാധനം. ഈ സ്ത്രീ തന്നെ ഉണ്ടല്ലോ, ആ മരിച്ചുപോയ ആ ഒരു മനുഷ്യന്റെ പേര് കംപ്ലീറ്റ് നശിപ്പിച്ചു, അവരുടെ ഫാമിലിക്ക് ഉണ്ടാക്കിയ ചീത്തപ്പേര്. ഞാൻ ഒരു സിമ്പിൾ കാര്യം പറയാം. ഈ മരിച്ചുപോയ കൊല്ലം സുധിയുടെ അമ്മയായിട്ടുള്ള വ്യക്തിക്ക് വേണമെങ്കിൽ മകന്റെ മരണം വിറ്റ് അവർക്ക് കാശുണ്ടാക്കാൻ പറ്റും അല്ലേ? അവരെവിടെയെങ്കിലും ഒരു മീഡിയയുടെ മുന്നിൽ വരികയോ അവരുടെ കഷ്ടപ്പാടിനെ പറ്റി പറയുകയോ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ? അവർ ചെയ്തിട്ടില്ല. ചെയ്യാത്ത കാരണം എന്താ? അവർക്ക് ഒരു അന്തസ്സും അഭിമാനവും ഉണ്ടായതിന്റെ പേരിൽ അവർ കാണിക്കാത്തത് എന്നേ ഞാൻ പറയൂ. അതാണ് അതിൻ്റെ ഒരു മാന്യത. പക്ഷെ ഈ സ്ത്രീ കാണിക്കുന്നത് എന്തുവാ? സുധി മരിച്ചത് ഒരു അലങ്കാരമായിട്ട് സുധിയെ മരണ വ്യാപാരിയായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി. കറക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം സുധി മരണപ്പെട്ടു. അതുവരെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതമായിരുന്നു. അതെ, അത് കഴിയുമ്പോൾ പഞ്ചാബ് ഹൗസിനെ തുറന്നില്ല, പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ടും കിട്ടി അയലസ ആ ഒരു സെറ്റപ്പായി. ഈ നോക്കിക്കോ, ഇൻഷുറൻസ് പൈസ കിട്ടുമ്പോഴത്തേക്ക് ഇവര് നൈസായിട്ട് ഇവര് ബാക്ക് വലിക്കും, ഇവർ വേറെ കല്യാണം കഴിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം തരുമോ, എത്രയും പെട്ടെന്ന് അത് കിട്ടണേന്നാണ്. അതാണ് സത്യം. ഇത് ഈ സോഷ്യൽ മീഡിയ തന്നെ ഇതങ്ങ് ഒഴിവായി കിട്ടിയ. മെനിഞ്ഞാന്ന് ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെനിഞ്ഞാന്ന് ഞാൻ വർക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് നമ്മൾ എന്തായാലും ഫ്രഷ് ആയിട്ട് കിടക്കുമ്പോഴാണ് മൊബൈൽ നോക്കുന്നത്. ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ വേറെ ഒരു പോസ്റ്റും കാണാനില്ല. ഏത് ചാനൽ നോക്കിയിട്ടും അതായത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫുള്ള് വരുന്നത് രേണുവിൻ്റെ മറ്റേ കെട്ടിപ്പിടുത്തവും മറ്റേ കള്ള് ഷോപ്പിലെ ഡാൻസും. അത് മാത്രം ഫ്രസ്ട്രേറ്റഡ് ആയി പോയി. അത് അപ്പം നിങ്ങൾ പറഞ്ഞ പോയിന്റ് ആണ്. ഇത് ഓപ്പൺ ആക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലോട്ട് പോയിരിക്കും. കുറെ ആൾക്കാർ പറയുന്നുണ്ട് നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചിട്ട് പോലും ഇത് വീണ്ടും വീണ്ടും കയറി എത്രയെന്ന് പറഞ്ഞാൽ അടിക്കും. ഏത് ചാനൽ അടിക്കും? ഏതൊക്കെ ചാനൽ? ഇവരെന്താ ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കിയ കാര്യം, 50,000 ചാനൽ ഇവരെന്താ ചെയ്യുന്നറിയോ? ഒരു ചെക്കനെ നിർത്തിയിട്ടുണ്ട് ചോദ്യം ചോദിക്കാൻ. ഇവരെഴുതി കൊടുക്കുന്ന ചോദ്യം അവൻ ചോദിക്കും. അത് ഷൂട്ട് ചെയ്തിട്ട് ഈ ചാനലുകൾക്ക് ഇവർ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ചാനലുകൾക്ക് പ്രത്യേകിച്ച് പണിയില്ല, അവർക്ക് ഈ കോണ്ടന്റ് കിട്ടും, അപ്ലോഡ് ചെയ്യുക, അവർക്ക് കോണ്ടന്റ് കിട്ടും. ഇതാണ് അവർ ചെയ്യുന്നത്. അത് സത്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും അധികം ചാനലുകൾ ഒരുമിച്ച് കാണുന്നത്. എല്ലാത്തിലും ഒരേ വോയിസ്. ഇവരുടെ കുമ്പിടിയാണ്. അല്ല, വേറെ കാര്യമുണ്ട്. ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന ഇവരാ. ചോദ്യങ്ങൾ മൊത്തം ഇവരുടെ അടുത്ത് റീകൺഫേം ചെയ്തതിനു ശേഷമാണ് ചോദിക്കുന്നത്. അതാലോചിക്കണം. അതായത് പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് കേട്ടോ, അയ്യോ ഒരു സ്ത്രീയോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുണ്ടോന്ന്. ഇവരാണ് ഇത് പ്രിപ്പയർ ചെയ്ത് ഉത്തരം പറയാൻ ഒരു പ്രിപ്പയർഡ് ആണ്. മുഖം കാണാൻ പറയില്ലേ ചോദ്യം വരുമ്പോ? ഈ വിവാദം ഉണ്ടാക്കിയരാ ഈ വീട്ടിൽ. അവിടെ വെറുതെ പോയ മീഡിയക്കാരനെ എങ്ങനെ അറിയാം അവരുടെ വീട്ടിൽ ചോറ്? അതെ, എന്നിട്ട് പറയാം പണ്ടെങ്ങാണ്ട് അവിടെ എങ്ങാണ്ട് വന്ന സമയത്ത് കണ്ടിട്ടുണ്ടെന്ന്. എന്തൊക്കെ കേൾക്കണമെന്ന് ഫ്രഷ് സാധനങ്ങൾ പറയുന്നത്. അതെ, നമ്മൾ കാണുന്ന മുട്ടാപ്പോക്കിനായങ്ങളല്ല, ഫ്രഷ് സാധനം എഴുതി വെച്ചോ. രേണു സുധിച്ചേട്ടൻ മരിച്ച, സുധിച്ചേട്ടൻ അങ്ങനെ വിളിക്കാറുള്ളത്, സുധിച്ചേട്ടൻ മരിച്ച സമയം മുതൽ രേണു പ്ലാൻഡ് ആണ്. വെൽ പ്ലാൻഡ് ആണ്. എങ്ങനെയാണ് ഓരോ ദിവസം മുന്നോട്ട് പോകേണ്ടത് പ്ലാൻഡ് ആണ്. അത് രേണു ചിന്തിച്ച പോലെ തന്നെ ഇവിടെ വരെ എത്തുകയും ചെയ്തു. ഇന്ന് വരെ അങ്ങനെയാണ് പോയിട്ടുള്ളത്. അതെ, ലക്ഷ്മി നക്ഷത്രം ലക്ഷ്മി ഇത് വല്ലതും കാണുന്നുണ്ടോ? ഇപ്പം ഫേമസ് ആക്കി ഇവിടെ നിൽക്കുന്നില്ല. 2-3 വ്ളോഗും കൂടെ സെറ്റാക്കി കൊടുക്ക്. അല്ല, ഞാൻ അറിഞ്ഞ വേറൊരു കാര്യം. എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് വന്നു, ഇവര് ലക്ഷ്മിയെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചതാണെന്ന് ലക്ഷ്മി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെന്നു. ആണോ? അങ്ങനെ ഒരു കമന്റ് വന്നു. ഞാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. ഞാൻ നോക്കിയായിരുന്നു. കമന്റ് വന്നത് അവർ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ആ കമന്റ് ഇട്ട ആൾ കണ്ടു, ലക്ഷ്മി ഈ വീഡിയോ എടുക്കാൻ ലക്ഷ്മി വില്ലിങ് അല്ലായിരുന്നു, പക്ഷെ ഇവർ പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ആ വീഡിയോ, ആ പെർഫ്യൂമിന്റെ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞത്. അതായത് ഇവർക്ക് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്തിട്ട് മുന്നോട്ട് ഇറങ്ങണം. അതാണ് സംഭവം. അതുവഴിയാണല്ലോ ഇവരെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത്. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫെയിം വേണമെന്ന് കാലങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാം റീൽസും എല്ലാം പുള്ളിക്കാരി പറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു ബൗണ്ടറി സുധിച്ചേട്ടൻ ഇട്ട സാധനം ബൗണ്ടറി അടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതെ, അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു മണ്ടനാണ്. പുള്ളിക്കാരന് ഇത്രേ കഴിവുണ്ടായി അല്ല, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ആള് കൂടെ ഉണ്ടായിട്ട് പുള്ളിക്കാരൻ അത് ചെയ്യാൻ പറ്റും. പുള്ളി കഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ നാട് നിങ്ങളെ പൈസയും മേടിച്ച് കഷ്ടപ്പെട്ട് പാവപ്പെട്ട മരിച്ചും പോയി. ചിലപ്പോൾ പൈസ കടം മേടിച്ചതൊക്കെ ലൈഫിൽ എല്ലാവരും കടം മേടിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ? നമ്മളെല്ലാവരും നമുക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവിടെ നിന്നൊക്കെ കടം മേടിക്കുമായിരിക്കാം. നമ്മൾ അപ്പം സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കുമായിരിക്കും. അതൊന്നും ഞാൻ അതിനെ കുത്തി പറയുകയോ
ആ ഒരു മനുഷ്യനെ അപമാനിക്കൊന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരൻ ഇവിടെ തെറ്റുപറ്റിപ്പോയി. പുള്ളിയുടെ കയ്യിൽ ഓൾറെഡി സംഭവം ഉണ്ടായിരുന്നു, മാർക്കറ്റ് ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. കസ്തൂരി കയ്യിൽ വെച്ചിട്ട് നാട് മുഴുവൻ അന്വേഷിച്ച അവസ്ഥയാണ് പറ്റിപ്പോയത്. എക്സാക്ട്ലി. അതെ. അല്ല, ഇത് അവസാനിക്കണമെങ്കിൽ ഒരു ടീം വിചാരിച്ച് അവസാനിക്കും, സ്റ്റാർ മാച്ച് ടീം. കാരണം അവരാണ് സുധിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും വിങ്ങിപ്പൊട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഓരോ ഇന്റർവ്യൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഐശ്വര്യ എന്ന ആർട്ടിസ്റ്റിന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, എനിക്കൊന്ന് മൈൽ സ്റ്റോണിലാണെന്ന് തോന്നുന്നു. ആ ഇന്റർവ്യൂവിനകത്ത് ഐശ്വര്യ സങ്കടപ്പെട്ടാണ് പറയുന്നത്. പുള്ളിയുടെ ഒരു മാറ്റർ വന്നപ്പോൾ, പുള്ളി മരിച്ചതിന് ശേഷമുള്ള അവരുടെ എപ്പിസോഡിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ വിഷമിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ അതേസമയം രേണുവിനോട് ചോദിച്ചാൽ രേണുവായിരിക്കും പറയുന്നത് മരിച്ച ദിവസം പോലും ഓർമ്മയില്ല, മരിച്ച വർഷം പോലും ഓർമ്മയില്ല. ഒന്ന് ആലോചിക്കുക. ഞാൻ ദുരന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ കുറച്ച് നാളായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോന്റെ ബർത്ത്ഡേയോ? അതാണ് ഞങ്ങളത് പറഞ്ഞു ഇന്നലെ വീഡിയോക്കകത്ത്. അതും ദുരന്തമായിരുന്നോ? അതാ അടുത്ത വീഡിയോ കൂടെ കാണാം. തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. മീഡിയ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും, അവരും പറയും. പിന്നെ അടുത്ത ബ്ലോഗർമാരെടുത്ത് അത് പൊലിപ്പിക്കും. എന്തുവാട്ടെ, ഇനിയിപ്പൊ കാമുകൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്റെ പേഴ്സണൽ കാര്യമല്ലേ. എന്തായാലും ഞാൻ കല്യാണം കഴിക്കണം, നിങ്ങളെ എല്ലാവരെയും വിളിച്ച് വേണ്ട, നിങ്ങൾ അറിയുമല്ലോ, അറിയിച്ചോണ്ടാ ഞാൻ കേട്ടത്തുള്ളൂ. ഇതുവരെ ഞാൻ കെട്ടാനുള്ള ഒരു പ്ലാൻ ഇല്ല. 2 വർഷമില്ല, നമുക്ക് നോക്കാം, കിട്ടുമോ ഇല്ലോ നമുക്ക് നോക്കാം. അതിനർത്ഥം മനസ്സിലായോ? ഈ 2 വർഷത്തിനുള്ളിൽ എന്തായാലും ഇൻഷുറൻസിന്റെ കാര്യം തീരുമാനമാവും. അതെ, അതാണ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കഴിയുമ്പോഴേക്കും നമുക്ക് നോക്കാം. ഇനി ഇപ്പൊ ഇക്ക ഇല്ലെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് ഇക്കൊന്നും ഇപ്പൊ ഇല്ല എന്ന് പറയുന്നത് കേട്ടു. അവൻ പോയി കാണിച്ച് ഇവനെ കൊണ്ട്. അല്ല, ആന ഇവളെ കണ്ട് ഓടിക്കാണെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ കിലിക്കത്തിനകത്ത്. അല്ല, ഇതിനകത്ത് ആദ്യം പറഞ്ഞ ഡയലോഗ് കേട്ടോ. ആദ്യം, അതായത് ഞാൻ കുറച്ച് സാധനം ഇട്ട് കൊടുക്കുന്നു, അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലായല്ലോ. മനസ്സിലാക്കണം, ഞങ്ങൾ അതെ, ഇനി അതോടെ ഏറ്റുപിടിക്കും. സത്യം. അത് രേണു ഈ ഇപ്പൊ കണ്ട ക്ലിപ്പിനകത്ത് പറഞ്ഞൊരു സാധനമുണ്ട്, കല്യാണവും ഇതൊക്കെ എന്റെ പേഴ്സണലാണ്. പേഴ്സണൽ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളമ്പിട്ട് എന്റെ പേഴ്സണലാണ്. ഒരുത്തന്റെ ഒപ്പം ഫ്ലാറ്റ് താമസിച്ചവരും പറയാവുന്നവർക്കാണോ കല്യാണം പറയാൻ ബുദ്ധിമുട്ട്? അവർക്കത് പേഴ്സണലാ, നമുക്കല്ലേ അത് പബ്ലിക്, അവർക്കത് പേഴ്സണൽ. കുറെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുമായിരിക്കും ഇവരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവരെ എന്നേക്കുമായി തുടച്ചു മാറ്റുക സോഷ്യൽ മീഡിയന്ന്. ആ ഒരു ഉദ്ദേശത്തോടെ മാത്രമേ ഈ വീഡിയോസ് കാണാവൂ. നമ്മൾ നിർത്തിയതായിരുന്നില്ലേ, വേണ്ടെന്ന് വെച്ച് വിട്ടതല്ലേ. പക്ഷെ ഇവർ സമ്മതിക്കണ്ടേ? ഇത് കണ്ട് ഞാൻ മന്നോട് ഞാൻ പറഞ്ഞു 2 ആഴ്ച ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, ഇവരുടെ വിഷയമേ എടുത്തിട്ടില്ല. പക്ഷെ നോക്കിയപ്പോ എന്താ ബാക്കി എല്ലാരും ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ അത് മാത്രം സത്യം, എല്ലാരും ചെയ്യണ്ടേ, മാല പോലെ ചെയ്യണ്ടേ. എന്നാ വേറെ സബ്ജക്റ്റ് ഇടാൻ അറിയേണ്ടതല്ലേ, വേറെ എന്ത് കിടക്കുന്നു? ഇവർ സത്യം പറഞ്ഞാൽ വേറെ എന്ത് ടോപ്പിക്, ഒരു സാമൂഹിക പ്രശ്നം ഇട്ടാൽ പോലും ജനങ്ങൾക്ക് വേണ്ട, കാണണ്ട. ഇവര് കാണിക്കുന്ന ഈ വൃത്തികെട്ട കാര്യങ്ങളാണ് ആൾക്കാർക്ക് കാണേണ്ടത്. അതെ, അതാണ് ഇവിടെ പിന്നെ അതിലും കോമഡി. ഒരു 3-4 പേർ നിർത്തിയിട്ടുണ്ടെന്ന് രേണുവിനെ പറയുന്നുണ്ട്. എന്തിനാ കമന്റ് ഇട്ട് മറ്റേ വിമർശിക്കാൻ വേണ്ടി. ഒരു 3-4 പേര് എന്റെ കമന്റ് ബോക്സ് വരാറുണ്ട്. ഞാൻ എന്റെ വീഡിയോയിൽ പേര് പറയാറുണ്ട്. ഒരു നിഖിൽ, ഒരു കാർത്തിക്, ഒരു കോമളം, എന്റെ പൊന്നോ, എനിക്ക് തോന്നുന്നു 10-13 വയസ്സുള്ള ഒരു ചേച്ചി ഫേസ്ബുക്കിൽ ഓടി നടന്ന് തെറിയാണ്. പക്ഷെ എനിക്ക് അടുത്ത തെറി പറഞ്ഞിട്ടില്ല. നിനക്ക് അസൂയാടാ, കുശുംപാടാ, അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തിരിച്ച് മറുപടി കൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ മോളെ രേണുവിനെ പോലെ ഇങ്ങനെ കുന്തളിക്കാൻ വേണ്ടി വിട്ടേക്ക്, അപ്പൊ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും എന്ന് പറഞ്ഞ റിപ്ലൈ കൊടുത്തു. പിന്നെ വഴിക്ക് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. രേണു അവരുടെ മോൻ ഉണ്ടെങ്കിൽ രേണുവിന് ഒരു ജീവിതം കൊടുക്കണം, അതാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ആ മോൻ എന്ത് പഴിച്ച്, എന്തിനാടാ പാവപ്പെട്ടവന്മാരുടെ ജീവിതം കൂടെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്? ഇതിനകത്ത് നമ്മൾ ഈ രേണുവിന് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ ആദ്യം പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം ഇവരാ, കംപ്ലീറ്റ്ലി ഇവരേ ഉള്ളൂ. ഇവര് വരുന്നു എന്നുള്ളതല്ല പ്രശ്നം, ഇക്ലിപ്പെടുത്തുന്ന രംഗങ്ങളാണ് മൊത്തം. അതല്ല, ഇവരത് കമ്പയർ ചെയ്യുന്നത് സിനിമയുടെ സീൻസുമായിട്ട്. അതിനൊക്കെ പിന്നെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് ആ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഫാമിലി ഇല്ലേ, അത് ഞാനിത് ഇന്നലെ എടുത്ത് ചോദിച്ചു. ഇയാൾക്കൊരു ഡിഗ്നിറ്റി ഇല്ല, ഇയാളൊരു ഗവൺമെന്റ് ജോലിക്കാരനാണെന്ന് പറയുന്നത് KCBയിൽ. ഇയാൾക്ക് ഫാമിലി ഇല്ല, ഇയാളെ വീട്ടിലാരും ചോദിക്കത്തൊന്നും ഇല്ലേ? ഇതാണ് ഞാൻ ചോദിച്ചൊരു കാര്യം. എന്തുവാ കാണിക്കുന്നത്? എന്നിട്ട് ഇന്നലെ യൂട്യൂബേഴ്സ് എല്ലാം കൂടെ എന്തോ പറയുന്നുണ്ടായിരുന്നു. ഇയാൾ എന്തറിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ ചീത്ത വിളിക്കുന്നത്? എടോ, താൻ എന്താ കാണിക്കുന്നത് എന്നുള്ളൊരു ബോധം സ്വന്തമായിട്ട് വരുത്ത്, എന്നിട്ട് ബാക്കിയുള്ളവർ തെറി പറ. ഇനി എനിക്ക് മനസ്സിലാവുന്ന വേറെ വരുന്നറിയോ, പുള്ളി അവിടെ ഈ ഷൂട്ടിന്റെ സമയത്ത് മാത്രമാണ് ഈ പറയുന്ന പെർഫോമൻസ് കാണിക്കുന്നത്. അതിനുശേഷം പുള്ളി അങ്ങനെ ഒരുപാട് ഓവറായിട്ട് കാണിക്കില്ല. പക്ഷെ പുള്ളിക്ക് പേരുദോഷം പുള്ളിക്ക് വരുന്നുണ്ട്. എന്താ കാര്യം അറിയോ? അല്ലല്ല, മറ്റവൻ കാണിക്കുന്ന പേരുദോഷം മുഴുവൻ പുള്ളിക്ക് അപ്പൊ കേൾക്കുന്നത് കേട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലല്ല, അതിന് പറ്റിയ ഒരുത്തനെയാ പുള്ളിക്ക് അടുത്ത കാര്യം. അവനെ കൊണ്ട് പറ്റുമെന്ന് മനസ്സിലായി. ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഷൂട്ടിന്റെ സമയത്ത് ക്യാമറയുടെ മുന്നിൽ അവർ അഭിനയിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിനുശേഷം എന്താണ് കാണിക്കുന്നത്? മീഡിയ കിട്ടാൻ വേണ്ടി അഭിനയം വരുന്നത്. അതെ, ഇന്റിമേറ്റ് സീനിനകത്തൊക്കെ രേണു ജീവിക്കുക.
അല്ല, ഞാൻ രണ്ടുപേരെ റിക്വസ്റ്റ് ചെയ്യാം, മറ്റേ ലക്ഷ്മി ദീപ്തയുടെ മറ്റേ വെബ് സീരീസിൽ അഭിനയിക്കാൻ വേണ്ടി. അത് ശരിയാ, നല്ലൊരു നല്ല രീതിയിൽ കാശും കിട്ടും, നല്ല ഓപ്പർച്യൂണിറ്റി. അല്ലാണ്ട് ഇങ്ങനെ ഇതിനേക്കാളും നല്ലതാണെങ്കിൽ അതിനെക്കാട്ടി ബെറ്റർ അതായിരിക്കും. ഓക്കെ, എന്തായാലും ഒരു വീഡിയോ കാണാം, വേറെ ക്ലിപ്പ് ഉണ്ടോ? ഒന്നുകൂടെ ഉണ്ട്, കാണാം. ഞാൻ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ റിപ്ലൈ കൊടുക്കാനും പേജ് നോക്കാനും. അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയും ആവശ്യമില്ലാതെ നെഗറ്റീവ് കമന്റ്സിന് മൈൻഡ് ചെയ്യണമെന്ന് ഞാൻ ആ പിള്ളേരോട്, 2 പിള്ളേരെ സെറ്റിനെ ഞാൻ ഏൽപ്പിച്ചേക്കുന്നത്. അവർ നെഗറ്റീവ് കമന്റ്സിന് റിപ്ലൈ കൊടുക്കണ്ട എന്നും പറഞ്ഞാണ് രണ്ടുപേരെ ഏൽപ്പിച്ചിരുന്നത്. പിന്നെ എന്തിനാണ് രണ്ടുപേരെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സിന് റിപ്ലൈ കൊടുക്കാൻ ഏൽപ്പിച്ചതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകൂടെ കേൾക്കാം, അതൊന്നുകൂടെ കേൾക്കാം. ഞാൻ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ റിപ്ലൈ കൊടുക്കാനും പേജ് നോക്കാനും. അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയും ആവശ്യമില്ലാതെ നെഗറ്റീവ് കമന്റ്സിന് മൈൻഡ് ചെയ്യണമെന്ന് ഞാൻ ആ പിള്ളേരോട്, 2 പിള്ളേരെ സെറ്റിനെ ഞാൻ ഏൽപ്പിച്ചേക്കുന്നത്. അവർ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? അവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവർക്ക് സംസാരിക്കാൻ അറിയില്ല. അതെ, അതാണ് ഇതിന്റെ ഒരു റിയാലിറ്റി. ഇവർക്ക് നിലപാടില്ല, സംസാരിക്കാൻ നിലവാരമില്ല, ഉളുപ്പില്ല. എന്താ മറ്റേ കുട്ടി നോറ, തന്നെ നോറയുടെ വാക്ക് കടമെടുത്തു. നോറ റോയൽറ്റി ചോദിക്കുമെന്തോ, ബാക്കി കേൾക്കാം. എന്തായാലും നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവര് 299 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് അവരിരുന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നു. രേണു സുധി അച്ഛനൊരു കേസ് കൊടുത്താൽ തീരാവുന്ന കാര്യമുള്ളൂ. ഈ 299 രൂപ കൊടുക്കുകയും വേണം, സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ അപരാധം കാണുകയും വേണം. അവർ രേണുവാണ് അവിടെ നാട്ടുകാർക്ക് കാശ് കൊടുക്കേണ്ടത്. ഈ തോന്നിവാസം വരുന്ന കാണുന്നതിന് നാട്ടുകാർ മൊത്തം അങ്ങനെ കമന്റ് ചെയ്യുന്നത്. ഈ പൈസ ഇല്ലാത്ത കാശും പണിയെടുത്തതും കടം മേടിച്ചതും എല്ലാം കൂടെ ചേർത്താ റീചാർജ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഫേസ്ബുക്ക് തുറക്കാൻ പോയി, ഇൻസ്റ്റ തുറക്കാൻ പോയി, ഇവളുടെ ഈ തോന്നിവാസമേ ഉള്ളെന്നാ കമന്റ് കിടക്കുന്നത്. വേണം ഓരോ കമന്റ് എടുത്ത് വെച്ചാൽ വായിച്ചു തരാം. അല്ല, പല കമന്റും എന്റെ ഫോണായി പോയി, അല്ല ഇറങ്ങിയ പൊട്ടിച്ചേനെ. ദുബായിലെ, UK-യിലെ, അമേരിക്കയിലെ, റാസൽ ഗെയിമിലെ, ബഹ്റയിലെ പറന്ന് നടക്കും. അത്രേ ഉള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പൈസ ഉണ്ടാക്കി വേറൊന്നുമില്ല. ആൽബങ്ങൾ ചെയ്തു 14-15ഓളം ആൽബം അഭിനയിച്ചു. എല്ലാം സൂപ്പർ ഹിറ്റാണ്. അങ്ങനെ എന്നെ അതിന് ഞാൻ അഭിമാനിക്കുന്നു. ഇത് ആൽബം എന്ന് വെച്ചാൽ എന്റെ ജീവൻ. മന്ദാരച്ചയിലും കണ്ടു. ഇതിനകത്ത് ഒരു ആൽബം, നിങ്ങൾ ഈ പറയുന്ന ഇന്റിമേറ്റ് സീൻ ഇല്ലാത്ത, കോൺട്രവേഴ്സി ഇല്ലാത്ത നല്ല ഒരു ആൽബം നല്ലതൊന്ന് കാണിക്കുക. ഒരെണ്ണം, ഒത്തിരി ഒന്നും ഉണ്ട്, ഒറ്റ ഒരെണ്ണം. പണ്ടൊക്കെ ഈ ഫ്രാങ്കോടെ ഒക്കെ ആൽബം കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സുഖം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൽബങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലജ്ജിച്ച്. നല്ല പാട്ടാട്ടോ അവർ മന്ദാരച്ചൽ ആൽബത്തിലെ പാട്ടില്ലേ, നല്ല പാട്ട്. എന്നാ ചെയ്ത് നശിപ്പിച്ചു ആ പാട്ടിനെ. ആണല്ലേ? അയ്യോ, അത് കയ്യടി കൊടുക്കണ്ടായിരുന്നല്ലോ ഡയറക്ടറിന്. ഡയറക്ടർ എന്ത് പറഞ്ഞാലും ഇടം ബലം നോക്കാതെ ചെയ്യുന്ന കുറെ ആക്ട്രസ്. ദാസേട്ടാ കുറച്ചുകൂടെ ചേർന്ന് അല്ല, ഇന്നലെ വേറെ സംഭവം കണ്ടല്ലോ, കൂട്ടുകാരിയന്മാരൊക്കെ രംഗത്ത് വന്ന് എല്ലാരും തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് പ്ലാൻഡ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും നോക്കി. അല്ല, ഞാൻ ഇന്നലെ അടുത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരികളുടെ രണ്ടുപേരുടെയും വീഡിയോസ് വെച്ച് സംസാരിച്ചു. ഒരാളുടെ നിലപാടും ഒരാളുടെ നിലപാടില്ലായ്മയും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു കൂട്ടുകാരി എനിക്ക് മറുപടി യൂട്യൂബിൽ തന്നിട്ടില്ല, ഫേസ്ബുക്കിൽ. യൂട്യൂബിലാകുമ്പോൾ ഞാൻ കാണണമല്ലോ, കണ്ടാ എന്ത് ചെയ്യും. അന്ന് ഫേസ്ബുക്കിന് മറുപടി തന്നു. ഞാൻ വിചാരിച്ചു ശരി, അത് നമുക്ക് പേഴ്സണലി കൊടുക്കാം, ഇവിടെ സംസാരിക്കുന്നില്ല. കാരണം അവർ വിചാരിക്കും ഇനി എനിക്ക് നേരിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കാറില്ല എന്ന് വിചാരിക്കും. അത് നമുക്ക് ഒറ്റയ്ക്ക് തീർക്കാം. പിന്നെ വേറൊരു കാര്യം, ഇവരോട് എന്ത് പറഞ്ഞാലും ഇവരതിൻ്റെ ഉൾട്ട എടുത്തിട്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു വരും. ഇന്നലെ മനു എനിക്കൊരു പോസ്റ്റ് കാണിച്ചായിരുന്നു. ആദ്യം വിമർശിച്ചോണ്ട് പോസ്റ്റ് ഇട്ടിട്ട് അത് എഡിറ്റ് ചെയ്ത് ഞാൻ അങ്ങനെയല്ല ആ വഴി മറ്റേ യോധയ്ക്കകത്ത് പറയുമല്ലോ, എല്ലാരും കൂടെ എന്നെ ചുമന്നുകൊണ്ട് കള്ളുഷാപ്പിന്റെ മുന്നിലാ കൊണ്ടിട്ട് അയ്യോ അശോകട്ടം കുടിക്കുവോ, അതുവഴിയും നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമല്ലോ എന്നും പറഞ്ഞിട്ട് ഇവരാ പോസ്റ്റ് വളച്ചൊടിച്ച് എന്നിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കയറ്റി ആ നെഗറ്റീവിന് ഒന്ന് ചെറുതായിട്ട് പോസിറ്റീവ് ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ വന്നു. ഞാൻ എന്താന്ന് പറയാം. അതായത് എക്സ്പ്ലനേഷൻ പറയുന്നത്, ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഞാൻ രേണു സുധിയെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ എക്സ്പ്ലനേഷൻ ഇട്ടതിന് ശേഷം അതിന്റെ താഴെ വന്ന കമന്റുകളെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് രേണു സുധിക്ക് മനസ്സിലായത്, അയ്യോ ചേച്ചിക്കും അത് മോശമായിട്ട് ബാധിക്കുമല്ലേ, അത് ഞാൻ ഓർത്തില്ലായിരുന്നു, ഇനി ഞാൻ ഒന്നും പുറത്തങ്ങനെ അനാവശ്യമായിട്ടൊന്നും ചെയ്യില്ല എന്ന് വാക്ക് കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്തത്. ഈ ആഡ് ചെയ്തത് എന്താണ്, രേണുവിനെ വെള്ള പൂശുന്നത്. ഓക്കെ, സത്യം പറഞ്ഞു അല്ലല്ല, അതിന്റെ കൂടെ അവരൊരു സാധനം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ സാധനം രേണു അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. എന്നാൽ രേണുവിന്റെ ഇന്നത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിന്റെ താഴെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന്. പട്ടിക്ക് കൂടെ തോന്നുന്നുണ്ടേ, വാലാട്ടി വാല് വിളിക്കരുത്.
വാലെന്ന് വിളിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പൊ ഞാൻ ഇന്നലെ പേരൊന്ന് എന്താ എന്റെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്, വാലാട്ടി നാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അതെ, അത് ചിലപ്പോ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നും. നമ്മളിപ്പോ എല്ലാരും കൂടെ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാല് ഇത്രയാണ് സംഭവം. ഇത് പറയാൻ തന്നു കഴിഞ്ഞാൽ ഒരുപാട് കഥയുണ്ട്. ചിലപ്പോ ഇതിപ്പോ നമ്മൾ 3 പേരെ, ചിലപ്പോ 4-5 ആൾക്കാരെ കൊണ്ടുവന്ന്, കാരണം ഓരോരുത്തരും കാണുന്ന പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്താലോ ആലോചിക്കുക, രേണുവിനെയും കൂടെ കൊണ്ടുവരണം. ഇതിന്റെ സംഭവം നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ഓരോരുത്തരും കാണുന്ന കാഴ്ചപ്പാട് ഓരോ രീതിയാണ്. അതാണ് ഓരോരുത്തർ നമ്മൾ ആള് കൂടുന്നതനുസരിച്ച് കാഴ്ചപ്പാട്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ മുന്നിൽ പറയുമ്പോഴത്തേക്ക് അവരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സാധനങ്ങൾ. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്താ അറിയോ? തുടക്കത്തിൽ ഞാൻ ഈ രേണുവിന്റെ വീഡിയോ ചെയ്തു തുടങ്ങിയ സമയത്ത് ഒരു 3-4 വീഡിയോ കംപ്ലീറ്റ്ലി ഞാൻ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. സീരിയസ്ലി കംപ്ലീറ്റ് സപ്പോർട്ട്. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എന്തിനാണ് രേണുവിനെ ഇങ്ങനെ വിമർശിക്കുന്നത്, അവര് വിജയിക്കാൻ വഴിയില്ല. ഏതാ മറ്റേ പെർഫ്യൂമിന്റെ വിഷയം വന്ന സമയത്ത് പെർഫ്യൂം കാണിച്ച് റീച്ച് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചെയ്തല്ലോ. അപ്പോൾ ഞാൻ വളരെ മാന്യമാണ് ഞാൻ സംസാരിച്ചു. എന്തിനാണ് അവരെ ഇങ്ങനെ വിമർശിക്കുന്നത്, അവർ എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പം കംപ്ലീറ്റ് പ്ലേറ്റ് അങ്ങ് മാറി. അതായത് പിന്നെ രേണു തന്നെ മാറുകയാണ്. ദോശ മറിച്ചിട്ട് ഒരു രീതിയിൽ മൊത്തത്തിൽ മാറി. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ മാറാതിരിക്കാൻ പറ്റും? തെറ്റ് കണ്ട ചേട്ടൻ പറയാതിരിക്കാൻ പറ്റുമോ? എന്തിനാ നമ്മുടെ ഈ ദാസേട്ടനുമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താണ്. അതെ, റീലല്ലേ, അവര് അഭിനയിച്ചോട്ടെ, അവരെങ്ങനെയാലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവരതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചു. അതായത് ഇങ്ങനെയുള്ളൊരു വിവാദത്തിലൂടെ മാത്രമേ എനിക്ക് റീച്ച് ഉണ്ടാവുള്ളൂ എന്നുള്ള ടേസ്റ്റ്. ബിഗ് ബോസ് പോയിട്ട് ഇറങ്ങിയപ്പോഴും ഒരു 1-2 ആഴ്ച വളരെ രസകരമായിട്ട്, അതായത് അവരൊരു നെഗറ്റീവ് സാധനം മാറി വന്ന് ഒരുപാട് കമന്റുകൾ അവർ കൊടുക്കാതെ, എന്താ ബൈറ്റ് കൊടുക്കുമ്പോൾ നോ കമന്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്തു. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും രേണുവിന് അത് പറ്റത്തില്ല. രേണുവിന് ഇത് ഇങ്ങനെ പോവുള്ളൂ. അതെ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം ആരെ സപ്പോർട്ട് ചെയ്താലും അവര് തലതിരിഞ്ഞു പോകും. അതെന്താ സംഭവം എനിക്കറിയില്ല. ആരെ സപ്പോർട്ട് ചെയ്താലും തന്നെ അത്ര ഒരു ഗുണമുണ്ട്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ടേ ഇന്നയാള് സൂപ്പർ കട കിഴിഞ്ഞു, അടുത്ത ദിവസം അയാൾ ദേവിനെ തന്നെ. രണ്ടാമത്തെ കേസ്, ഇപ്പൊ ഒരാൾ ഒരു മേഖലയിൽ ഹിറ്റ് അടിച്ചു, അയാൾ ഞാൻ ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞു. രേണു ചെയ്യണം ഇത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്, ക്രാഷ് കോഴ്സ്. അതല്ല, നമ്മൾ എന്തെല്ലാം പ്രതിസന്ധിയിലൂടെയാണ് ഇതെല്ലാം കടന്നു പോകുന്നതെന്ന് രേണുവിന് മനസ്സിലാവുന്നുണ്ടോ? അതാണ്. എന്തായാലും ഇത്രയൊക്കെയുള്ള സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും. ഒരു ചോദ്യം കൂടെ എനിക്ക് ബാക്കിയുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെയോ നിങ്ങളുടെ മക്കളെയൊക്കെ ഇതുപോലെ ആവാൻ ചിന്തിക്കുന്നുണ്ടോ? ഇതുപോലെ ആയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ രേണുവിനെ പോലെ റീച്ച് ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതേ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. ഉണ്ടെങ്കിൽ അതൊന്ന് പറയുക, അറിയാൻ വേണ്ടിയാണ്. അപ്പൊ 4 പേരല്ലേ ഉണ്ടാവുള്ളൂ? ഓക്കെ, എന്തായാലും ആ കമന്റ് കൂടി ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ വന്ന് നിങ്ങൾക്ക് രേണുവിനെ ഇഷ്ടമാണ്, അതുപോലെ കായ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം രേണു പറയണ്ട, എന്നെ ഒരു സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സ്നേഹിക്കുന്നവരായിരിക്കും അറിയാൻ വേണ്ടി. ദാസേട്ടൻ കോഴിക്കോട്, മറ്റേ അവന്റെ പേര് പ്രജീഷ്, മറ്റേ ഇപ്പൊ വന്ന അക്ഷയ്, പിന്നെ ആരണ്ടൊക്കെ ഉണ്ട്, മറ്റേ കുയില്, എല്ലാം കുറെ പേരുണ്ട്. കുറെ എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ കമന്റുകൾ വരട്ടെ. അതെ, തീർച്ചയായിട്ടും.